കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഒരാൾ പിടിയിൽ. വേങ്ങര സ്വദേശി സെയ്ദ് ഹുസൈൻ കോയത്തങ്ങളാണ് പിടിയിലായത്. മാനവസേന വെൽഫെയർ സൊസൈറ്റിയുടെ ഭരത് ഗോപി പുരസ്കാരം നടൻ സലീം കുമാറിന്. ഓഗസ്റ്റ് 15-ന് ആറ്റിങ്ങലിൽ നടക്കുന്ന വാർഷികാഘോഷ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കോഴിക്കോട് ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ ദിനാഘോഷം സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിനെയും കൃതികളെയും പരിചയപ്പെടുത്തുന്ന ലക്ഷ്യത്തോടെ. മലയാള അധ്യാപകൻ ഷിജു ബഷീറിന്റെ വേഷമണിഞ്ഞ് പാത്തുമ്മയോടൊപ്പം ആടുമായി കുട്ടികൾക്കിടയിലെത്തിയത് കൗതുകമുണർത്തി. പത്തനംതിട്ടയിൽ കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. കാറിലുണ്ടായിരുന്ന നരിയാപുരം സ്വദേശികളായ ഒരു കുടുംബത്തിലെ 5 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ 2 പേർ കുട്ടികൾ. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ് തനിയെ പിന്നിലേക്ക് നീങ്ങി മതിലിടിച്ച് തകർത്തു. തകർന്നത് റോഡിന് എതിർവശത്തുള്ള പ്രസ് ക്ലബിന്റെയും PWD കെട്ടിടത്തിന്റെയും ഗേറ്റും മതിലും. പുലർച്ചെ വാഹനങ്ങളും വഴിയാത്രക്കാരും കുറവായതിനാൽ ദുരന്തം ഒഴിവായി. ഹിറ്റായി മാറി തൃശൂർ അരിമ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ കിരണം പദ്ധതിയിലൂടെ നടപ്പിലാക്കിയ വഴിയിടം പദ്ധതി. ശ്രദ്ധേയമായത് കസേരകളും അനുബന്ധ മേശകളും പാത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന വനിതാ സംരംഭകരുടെ പദ്ധതി. കൊല്ലം ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ അംഗപരിമിതർക്കുള്ള പെട്ടിക്കടയുടെ ഉദ്ഘാടനവും താക്കോൽ കൈമാറ്റവും നടത്തി. പെട്ടിക്കട അനുവദിച്ചത് 2023-2024 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S. ശ്രീകുമാർ നിർവഹിച്ചു.